എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 6th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 12th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് സൻസാർ പുസ്തക് ഹെ. ഇത് എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിനെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രേംചന്ദ് ആണ്. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇത് ഒരു ലെറ്ററാണ്. ജവഹർലാൽ നെഹ്റു ഇലഹാബാദിൽ നിന്ന് എഴുതുന്ന ഒരു ലെറ്ററാണ് മകൾക്ക് വേണ്ടിയിട്ട്. മകൾ എവിടെയാണ്? മകൾ മസൂരിയിൽ പഠിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റുവിന് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് അറിയണമെന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പക്ഷേ അടുത്തല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എല്ലാം ലെറ്ററിൽ എഴുതി അയക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലെറ്ററാണ് ഈ നിങ്ങൾക്ക് പാഠഭാഗമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിനെപ്പറ്റി നോക്കാം. ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയിട്ട് ഈ ഗ്രീൻ കളറിൻ്റെ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ അതിലുണ്ട്. ലേഖക് കെ ബാരെ മേ. ജവഹർലാൽ നെഹ്റു 14 नवंबर 1889 27 मई 1964 ആസാദ് ഭാരത് കെ പ്രഥം പ്രധാനമന്ത്രി थे. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ, ആസാദ് ഭാരത് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് 14th November 1889, പിന്നെ മരിച്ചത് 27th May 1964. അതാണ് ആ ഇയർസ്. ബച്ചോ സെ ഉനെ ബെഹദ് ലഗാവ് താ. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെ അടുപ്പമായിരുന്നു. ബെഹദ് എന്ന് പറഞ്ഞാൽ വളരെയധികം, ലഗാവ് എന്ന് പറഞ്ഞാൽ അടുപ്പം, അറ്റാച്ച്മെൻറ്റ്. വേ ചാച്ച നെഹ്റു കെ നാം സെ ജാനെ ജാത്തെ ഹെ. അദ്ദേഹത്തിന് അതുകൊണ്ട് ചാച്ച നെഹ്റു എന്ന പേരിലാണ് അറിയപ്പെടുന്നുണ്ടായിരുന്നത്. ഉൻകി ബേട്ടി ഇന്ദിര ജബ് 10 വർഷ കി ഥി. അദ്ദേഹത്തിൻ്റെ മകള് ഇന്ദിര 10 വയസ്സ് പ്രായമുള്ള സമയത്ത് നെഹ്റുജീനെ ഉന്നെ അനേക് ചിട്ടിയാ ലിഖി. നെഹ്റുജി മകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലെറ്ററുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻമേ ബത്തായ ഗയാ ഹെ കി പൃഥ്വി की शुरुआत कैसे हुई और मनुष्य ने अपने आप को कैसे धीरे धीरे समझा पहचाना. അപ്പോൾ ഈ ലെറ്ററുകളിലൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ വെറുതെ അവിടെ സുഖം ഇവിടെ സുഖം എന്നൊന്നും അല്ല. എന്താണ്? പൃഥ്വി की शुरुआत कैसे हुई. ഈ ഭൂമിയുടെ ആരംഭം എങ്ങനെയായിരുന്നു? ശുരുവാത്ത് എന്ന് പറഞ്ഞാൽ ആരംഭം, എങ്ങനെയായിരുന്നു? മനുഷ്യനെ അപ്പനെ ആപ്കോ കേസെ ധീരെ ധീരെ സംജാ പെഹച്ചാന. മനുഷ്യർ തങ്ങളെ തന്നെ, അവരോരെ തന്നെ എങ്ങനെയാണ് പതുക്കെ പതുക്കെ, ധീരെ ധീരെ പറഞ്ഞാൽ പതുക്കെ പതുക്കെ, സംജാ പെഹച്ചാന അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ലെറ്ററിൽ കൂടെ അറിയിക്കുമായിരുന്നു. ये चिट्ठियाँ बच्चों में अपने आसपास की दुनिया के बारे में सोचने समझने और जानने की उत्सुकता पैदा करती है. അപ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാം എന്താണ്? ബച്ചോമേ, കുട്ടികളിൽ, अपने आसपास की दुनिया के बारे में, തങ്ങളുടെ അടുത്തടുത്തുള്ള, ആസ്പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, സറൗണ്ടിങ്സ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ലോകത്തിനെ പറ്റി അറിയാനും, സോച്ചിനെ സമജ്നേമേ, അതിനെപ്പറ്റി ആലോചിക്കാനും മനസ്സിലാക്കാനും, ഓർ ജാന്നേക്ക്, അതിനെ മനസ്സിലാക്കാൻ അറിയാനും ഉള്ള ഉത്സുകത, ഇൻട്രസ്റ്റ് പൈദാ കർത്തി ഹെ, വരും അവർക്ക്. ഈ ലെറ്ററുകളൊക്കെ വായിച്ചാൽ അതൊക്കെ മനസ്സിലാക്കാനൊക്കെ തോന്നും. नेहरू जी को अपने देश के बारे में बोलने बताने में विशेष आनंद आता था. നെഹ്റു ജിക്ക് തങ്ങളുടെ ദേശത്തിൻ്റെ, തങ്ങളുടെ രാജ്യത്തിനെ പറ്റിയിട്ട് പറയാനും പറഞ്ഞു കൊടുക്കാനും, ബോൽനെ ബത്താനെ എന്ന് പറഞ്ഞാൽ പറയാനും പറഞ്ഞു കൊടുക്കാനും വിശേഷ ആനന്ദ് ആത്താത്ത, ഒരു സ്പെഷ്യലായിട്ടുള്ള സന്തോഷം കിട്ടുമായിരുന്നു അദ്ദേഹത്തിന്. ये सभी चिट्ठियाँ पिता के पत्र पुत्री के नाम പുസ്തക് മേ സങ്കലിത് ഹെ. അപ്പോൾ ഇങ്ങനെ അനേകം ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്ററുകൾ എല്ലാം കൂടി ഒരു ബുക്കാക്കിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ് മുഴുവൻ ലെറ്ററുകൾ എഴുതിയിരിക്കുന്നത്. അതെല്ലാം കൂടി ഒരു ബുക്കുണ്ട്. അത് ഇംഗ്ലീഷിലാണുള്ളത്, ഹിന്ദിയിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. പിതാക്കെ പത്ര പുത്രിക്ക് നാം, അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ്റെ കത്ത് മകൾക്ക് വേണ്ടിയിട്ട്, മകളുടെ പേരിൽ എന്നാണ്. പുസ്തക് മേ സങ്കലിത് ഹെ. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അതിലെല്ലാം കൂടിയിട്ട് കളക്റ്റീവായിട്ടുണ്ട്. നല്ല ബുക്കാണ്, വായിക്കാൻ പറ്റിയ വായിക്കണം. സൻസാർ പുസ്തക് ഹെ. അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ്? സൻസാർ പുസ്തക് ഹെ. അതിൻ്റെ അർത്ഥം എന്താണ്? ലോകം പുസ്തകമാണ്. സൻസാർ എന്ന് പറഞ്ഞാൽ ലോകം, പുസ്തകമാണ്. ഇസി പുസ്തക് സേ സാഭാർ ലിയാ ഗയാ ഹെ. ഈ പുസ്തകത്തിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. ഖാസ് ബാത്ത് യഹ ഹെ कि ये പത്ര നെഹ്റുജിനെ അംഗ്രേസി മേ ലിഖേ തേ. അപ്പോൾ കാര്യം, ഖാസ് ബാത്ത് പറഞ്ഞാൽ കാര്യമായിട്ട് പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നെഹ്റുജി ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. और इनका हिंदी में अनुवाद हिंदी के मशहूर उपन्यासकार मुंशी प्रेमचंद ने किया है.
അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ്, അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? പ്രസിദ്ധമായിട്ടുള്ള, മഷൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഉപന്യാസകാർ പറഞ്ഞാൽ നോവലിസ്റ്റ് പ്രേംചന്ദാണ് അതിനെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ചാപ്റ്റർ നോക്കാം. സൻസാർ പുസ്തക് ഹെ എന്ന് പറഞ്ഞാൽ ലോകം പുസ്തകമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വായിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഈ ലോകവും ഈ സൻസാർ ഈ ലോകവും കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ അതൊരു ബുക്ക് പോലെയാണ് എന്നാണ് പറയുന്നത്. ജബ് തും മേരെ സാത്ത് രഹത്തി ഹോ तो अक्सर मुझसे बहुत सी बातें पूछा करती हो. जब तुम मेरे साथ रहती हो, എൻ്റെ കൂടെ നീ ഉള്ള സമയത്ത് അക്സർ സാധാരണയായിട്ട് പലപ്പോഴും മുझसे बहुत सी बातें എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. और मैं उनका जवाब देने की कोशिश करता हूँ. ഞാൻ അതിൻ്റെ എല്ലാ ഉത്തരം പറയാൻ കോശിഷ് करता हूँ, ട്രൈ ചെയ്യും, ശ്രമിച്ചുകൊണ്ടിരിക്കും. लेकिन अब जब तुम मसूरी में हो और मैं इलाहाबाद में. പക്ഷേ എന്നാൽ ഇപ്പം നീ മസൂരിയിലാണ്, ഞാൻ ഇലഹാബാദിലും. ഹം ദോനോ ഉസ് തറ ബാത്ചീത് നഹി കർ സക്തെ. നമ്മൾ അതുപോലെ സംസാരിക്കാൻ സാധിക്കില്ല. ബാത്ചീത് കർണ പറഞ്ഞാൽ സംസാരിക്കുക. इसलिए मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की जो इस दुनिया में है छोटी छोटी कथाएं लिखा करूँ. इसलिए मैंने इरादा किया, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു. എന്താണ്? കഭി കഭി ചിലപ്പോൾ, തുമെ ഇസ് ദുനിയാ കി ഓർ ഉൻ ചോട്ടി ബഡെ ദേശോं की, ഈ ലോകത്തിൻ്റെയും പിന്നെ ഉൻ ചോട്ടി ബഡെ ദേശോं की ചെറുതും വലുതുമായിട്ടുള്ള ആ രാജ്യങ്ങളുടെയും ജോ ഇസ് ദുനിയാമേ ഹെ, ഏത് രാജ്യങ്ങളാണ്? ഈ ലോകത്തിലുള്ള രാജ്യങ്ങൾ, അതിൻ്റെയും പറ്റിയിട്ടും ചോട്ടി ചോട്ടി കഥായെ ലിഖാകരും, ചെറിയ ചെറിയ കഥകൾ എഴുതാമെന്ന് തീരുമാനിച്ചു. തുമ്നെ ഹിന്ദുസ്ഥാൻ ഓർ ഇംഗ്ലണ്ട് കാ കുച്ച് ഹാൽ ഇതിഹാസ് മേ പഠാ ഹെ. നീ ഹിന്ദുസ്ഥാനെ പറ്റിയിട്ടും ഇംഗ്ലണ്ടിൻ്റെ പറ്റിയിട്ടുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് അവസ്ഥകൾ, ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ, അതിൻ്റെ അർത്ഥം കുറച്ച് കാര്യങ്ങൾ ഇതിഹാസത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. ലേക്കിൻ ഇംഗ്ലണ്ട് കേവൽ എക് ചോട്ടാ സാ ടാപ്പു ഹെ ഓർ ഹിന്ദുസ്ഥാൻ, എന്നാൽ എന്താണ്? ഇംഗ്ലണ്ട് കേവലം ഒരു ചെറിയ ടാപ്പു എന്ന് പറഞ്ഞാൽ ഐലാൻഡ് എന്ന് പറയില്ലേ, ദ്വീപ് എന്ന് പറയില്ലേ, ഒരു ചെറിയൊരു ദ്വീപ് മാത്രമാണ്. എന്നാൽ ഹിന്ദുസ്ഥാനോ ജോ ഏക് ബഹോത് ബഡാ ദേശ് ഹെ, ഒരു വലിയ രാജ്യമാണ്, വളരെ വലിയ രാജ്യമാണ്. ബഹോത് ബഡാ, വളരെ വലിയ രാജ്യമാണ് ഹിന്ദുസ്ഥാൻ. ടാപ്പു എന്ന് പറഞ്ഞാൽ ഐലാൻഡ്, അതിൻ്റെ അർത്ഥം 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഫിർ ഭി ദുനിയാ കാ എക് ചോട്ടാ സാ ഹിസ്സ ഹെ. എന്നാലും ഇത്ര വലിയ രാജ്യമാണെന്നുണ്ടെങ്കിൽ എന്താണ്? ലോകത്തിനെ പറ്റി പറയുന്ന സമയത്ത് ലോകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗം. അഗർ തുമേ ഇസ് ദുനിയാ കാ കുച്ച് ഹാൽ ജാനനെ കാ ഷോക്ക് ഹേ, എങ്ങാനും നിനക്ക് ഈ ലോകത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, तो तुम्हें सब देशों का और उन सब जातियों का जो इसमें बसी हुई है. അപ്പം നിനക്ക് എന്താണ്? സബ് ദേശോं का, എല്ലാ രാജ്യത്തിൻ്റെയും, പിന്നെ ഉൻ സബ് ജാതിയോं का, എല്ലാ ജാതികളുടെയും പറഞ്ഞാൽ വിവിധ തരത്തിലുള്ളത് ആണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. ജാതി എന്നുള്ളത് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ജീവികൾ അങ്ങനെ. ജോ ഇസ്മെ ബസി ഹുയി ഹെ, ജോ ഇസ്മെ ബസി ഹുയി ഹെ പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുന്നത്, ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. ധ്യാൻ റക്കണ പടേക, അതിനെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും എന്നതിൻ്റെ അർത്ഥം. കേവൽ ഉസ് എക് ചോട്ടേ സെ ദേശ് കാ നഹി, കേവലം ആ ഒരു ചെറിയ രാജ്യത്തിൻ്റെ മാത്രമല്ല. ജിസ്മെ തും പേദാ ഹുയി ഹോ, ഏത് രാജ്യത്താണോ നീ ജനിച്ചത് ആ രാജ്യത്തിനെ പറ്റി മാത്രം മനസ്സിലാക്കിയാൽ പോരാ എന്നാണ് പറയുന്നത്. मुझे मालूम है कि इन छोटे छोटे खत्तों में बहुत थोड़ी सी बातें ही बतला सकता हूँ. എനിക്കറിയാം, മുझे मालूम है, എനിക്കറിയാം എന്തെന്നാൽ, ഇൻ ചോട്ടി ചോട്ടി കത്തോമേ, ഈ ചെറിയ ചെറിയ കത്തുകളിൽ കൂടിയിട്ട് ബഹുത് തോടി സി ബാത്തേं, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബത്തലാ സക്താ ഹൂँ, പറഞ്ഞു തരാൻ പറ്റുള്ളൂ. लेकिन मुझे आशा है कि इन थोड़ी सी बातों को भी तुम शौक से पढ़ोगी और समझोगी. എന്നാൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ആശാ ഹെ കി ഇൻ തോടി സി ബാത്തോं को भी, ഈ ചെറിയ ചെറിയ കാര്യങ്ങളെന്നും കൂടിയിട്ട്, തും ഷോക്ക് സെ, നീ വളരെ ഇൻട്രസ്റ്റോടുകൂടി, പഠോഗി വായിക്കും, ഓർ സംജോഗി മനസ്സിലാക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. कि दुनिया एक है और दूसरे लोग जो इसमें आबाद है. दुनिया एक है, ലോകം ഒന്നാണ്, और दूसरे लोग जो इसमें आबाद है, മറ്റുള്ള ആൾക്കാർ, ഈ ആബാദ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ഇവിടെ ഉള്ള ആൾക്കാർ. ഹമാരെ ഭായി ബഹൻ ഹെ, നമ്മുടെ ഭായി ബഹൻ ഹെ പറഞ്ഞാൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണ്. ജബ് തും ബഡി ഹോ ജാओगी, നീ വലുതാകുന്ന സമയത്ത്, तो तुम दुनिया और उसके आदमियों का
हाल मोटी मोटी किताबों में പടേഗി നീ വലുതാവുന്ന സമയത്ത് തും ദുനിയ और उसके आदमियों का നീ ഈ ലോകത്തിൻ്റെയും അവിടെയുള്ള ആൾക്കാരുടെയും കാര്യങ്ങൾ അവരുടെ എല്ലാം കാര്യങ്ങൾ മോട്ടി മോട്ടി കിതാബോമേ വളരെ തടിച്ച ബുക്കുകളിൽ പഠിക്കും. उसमें तुम्हें जितना आनंद मिलेगा उतना किसी कहानी या उपन्यास में भी ना मिला होगा. ആ വായിക്കുന്നതിൽ നിനക്ക് എത്രത്തോളം സന്തോഷം കിട്ടുമോ അത്രയും സന്തോഷം നിനക്ക് ഏതൊരു കഹാനി യ ഉപന്യാസ് കഥകൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവൽ വായിച്ചിട്ടോ കിട്ടാൻ പോകുന്നില്ല. यह तो तुम जानती ही हो कि यह धरती लाखों करोड़ों वर्ष पुरानी है. ഇത് നിനക്ക് അറിയായിരിക്കാം. എന്താ വെച്ചാൽ യഹ് ധർത്തി ഈ ഭൂമി ലാഖോ കരോടോ ലക്ഷങ്ങളും കോടിക്കണക്കിനും വർഷങ്ങൾ പഴയതാണ്. और बहुत दिनों तक इसमें कोई आदमी न था. കുറേ ദിവസങ്ങളോളം അതിൻ്റെ അർത്ഥം കുറേ കാലങ്ങളോളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനുഷ്യന്മാർ ഇല്ലായിരുന്നു ഈ ഭൂമിയിൽ. ആദ്മിയോ സെ പെഹലെ സിർഫ് ജാൻവർ തെ. മനുഷ്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ വെറും ജാൻവർ തെ പറഞ്ഞാൽ ആനിമൽസ് മാത്രമായിരുന്നു, മൃഗങ്ങൾ മാത്രമായിരുന്നു. और जानवरों से पहले एक ऐसा समय था जब इस धरती पर कोई जानदार चीज़ न थी. മൃഗങ്ങളും വരുന്നതിന് മുമ്പ് എന്താണ് एक ऐसा സമയത്ത ഇങ്ങനെ ഒരു കാലമായിരുന്നു. എന്താണ് ഇസ് ധർത്തി പർ ഈ ഭൂമിയിൽ कोई जानदार चीज़ न था ജീവനുള്ള ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. आज जब यह दुनिया हर तरह के जानवरों और आदमियों से भरी हुई है. ഇന്ന് ഈ ലോകം ഹർ തരക്കെ എല്ലാ വിധത്തിലുള്ള മൃഗങ്ങളും മനുഷ്യരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഉസ് ജമാനെ കാ ഖയാൽ കർണ ബി മുഷ്കിൽ ഹെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ജീവനും ഇല്ലാത്തൊരു ഭൂമിയെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഖയാൽ കർണ പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കുക. ജബ് യഹാ കുച്ച് നത്ത ഇവിടെ ഒന്നുമില്ലായിരുന്നുള്ള ആ കാലത്തിനെ പറ്റിയിട്ട്. ലേക്കിൻ വിജ്ഞാൻ ജാനനെ വാലോ ഓർ വിദ്വാനോനെ ജിനോനെ इस विषय को खूब सोचा और पढ़ा है. എന്നാൽ വിജ്ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് അറിയുന്നവരും ഓർ വിദ്വാനോനെ പിന്നെ വിദ്വാൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആൾക്കാർ പണ്ഡിത് സ്കോളേഴ്സ് എന്നൊക്കെ പറയില്ലേ സ്കോളേഴ്സ് അവർ ജിനോനെ ഇസ് വിഷയക്കോ ഖൂബ് സോച്ച ആരൊക്കെയാണോ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഈ വിഷയത്തിനെ പറ്റിയിട്ട് ഒരുപാട് ആലോചിച്ചിരിക്കുന്നത് ഓർ പഠാഹെ പഠിച്ചിരിക്കുന്നതും ആലോചിച്ചിരിക്കുന്നതും ലിഖാഹെക്ക് അങ്ങനെയുള്ളവർ എഴുതിയിരിക്കുന്നുണ്ട്. എന്തെന്നാൽ ഏക് സമയ ऐसा था അങ്ങനെയുള്ളവർ എന്താ എഴുതിയതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. എന്താണ് ജബ് യഹ് ധർത്തി ബെഹദ് ഗരം തീ. ഈ ഭൂമി ബെഹദ് എന്ന് പറഞ്ഞാൽ വളരെയധികം ചൂടുള്ളതായിരുന്നു. ഗരം തീ ചൂടുള്ളതായിരുന്നു. ഓർ ഇസ് പർ കോയി ജാൻദാർ ചീസ് നഹി രഹ സക്തി തീ. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ ജീവനുള്ള ഒരു സാധനത്തിനും ജീവിക്കാനോ താമസിക്കാനോ ഇരിക്കാനോ പറ്റില്ലായിരുന്നു. और अगर हम उनकी किताबें पढ़े അങ്ങനെ എഴുതിയവരുടെ ബുക്കുകൾ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ और पहाड़ों और जानवरों की पुरानी हड्डियों को गौर से देखे. പഹാഡോ എന്ന് പറഞ്ഞാൽ ഹിൽസ് മൗണ്ടൻസ് പർവ്വതങ്ങളും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളുടെയും എല്ലാം പുരാനി ഹഡ്ഡിയോ പറഞ്ഞാൽ പഴയ ഫോസിൽസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹഡ്ഡിയ എന്ന് പറഞ്ഞാൽ എല്ലുകൾ. ആ എല്ലുകളും ഗോർസെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ചെന്നൊക്കെ പറയാം. ഗോർസെ പറഞ്ഞാൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹമേ ഖുദ് മാലൂം ഹോഗ നമ്മൾക്ക് തന്നെ മനസ്സിലാകും എന്താണ് കി ऐसा समय ज़रूर रहा होगा. അങ്ങനെ ഒരു സമയം പറഞ്ഞാൽ ഒരു ജീവനുള്ള സാധനങ്ങളും ഭൂമിയിലില്ലാത്തതും വളരെ ചൂട് പിടിച്ച് കിടക്കുന്നതായിട്ടുള്ള സമയം ज़रूर रहा होगा തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാവും. തും ഇതിഹാസ് കി കിതാബോ മേ ഹി പഠ് സക്തി ഹോ. നീ ഹിസ്റ്ററിയുടെ ബുക്കിലാണ് ഇതൊക്കെ പഠിക്കാൻ കഴിയുക. ലേക്കിൻ പുരാനെ ജമാനെ മേ തോ ആദ്മി പേദാ ഹി നാ ഹുവാ താ. പക്ഷെങ്കിൽ പ്രാചീന കാലത്ത് പണ്ടത്തെ കാലത്ത് പുരാനെ ജമാനെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് മനുഷ്യന് ജനിച്ചിട്ടേ ഇല്ല. പേദാ ഹി നാ ഹുവാ താ ജനിച്ചിട്ടേ ഇല്ല. കിതാബേൻ കോൻ ലിഖ്താ. അപ്പോൾ ബുക്കുകൾ ആരെഴുതാൻ പോണത്? ആരെഴുതും ബുക്ക്? തബ് ഹമേ ഉസ് ജമാനെ കി ബാത്തേ കേസെ മാലൂം ഹോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? यह तो नहीं हो सकता कि हम बैठे बैठे हर एक बात सोच निकाले. ഇതെന്തായാലും സംഭവമല്ല. यह तो नहीं हो सकता ഇതെന്തായാലും സംഭവമല്ല. എന്ത് ഹം ബൈठे बैठे നമ്മൾ ഇരുന്നിരുന്നുകൊണ്ട് ഹർ എക് ബാത്ത് സോച്ച് നിക്കാലെ ഓരോന്നിങ്ങനെ ആലോചിച്ചെടുക്കാൻ അതെന്തായാലും പറ്റുന്ന കാര്യമല്ലല്ലോ. ये बड़े मज़े की बात होती
क्योंकि हम जो चीज़ चाहते सोच लेते और സുന്ദർ परियों की कहानियाँ गढ़ लेते. ये बड़े मजे की बात होती. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ये बड़े मजे की बात होती. ഇത് നല്ല രസമുള്ള കാര്യം ആവുമായിരുന്നു. ക്യൂങ്കി എന്താ വെച്ചാൽ ഹം ജോ ചീസ് ചാഹത്തെ സോച്ച് ലേത്തെ, നമ്മൾ എന്ത് കാര്യങ്ങളാണോ ചാഹത്തെ ഹെ ആഗ്രഹിക്കുന്നത്, പിന്നെ മനസ്സിൽ ആലോചിക്കുന്നത്, സോച്ച് ലേത്തെ മനസ്സിൽ ആലോചിക്കുന്നത്, ഓർ സുന്ദർ പരിയോं की कहानी गढ़ लेते. നല്ല സുന്ദരമായിട്ടുള്ള പരികളെ പറഞ്ഞാൽ ഫെയറീസിൻ്റെ കഥകളെല്ലാം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഗഡലേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുക, മെനഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്ര രസമായിരുന്നു എന്നാ പറയുന്നത്. लेकिन जो कहानी किसी बात को देखे बिना ही गढ़ ली जाए वह ठीक कैसे हो सकती है. എന്നാൽ ജോ കഹാനി ഏത് കഥകളാണോ കിസി ബാത് കോ ദേക്കെ ബിന ഒരു കാര്യവും കാണാതെ ഗഡ് ലീ ജായ ഉണ്ടാക്കിയെടുക്കുന്നത്, പറഞ്ഞാൽ ഒരു കാര്യം ഒന്നിനെ പറ്റി അറിയാതെ നമ്മൾ ഏത് കഥകളാണോ ഉണ്ടാക്കുന്നത് വഹ ടീക്ക് कैसे हो सकती है, അത് എങ്ങനെ ശരിയാവും. लेकिन खुशी की बात है कि उस पुराने ज़माने की लिखी हुई किताबें न होने पर भी कुछ ऐसी चीज़ें हैं. लेकिन खुशी की बात है, എന്നാൽ സന്തോഷകരമായിട്ടുള്ള കാര്യം ഇതാണ്. എന്താ വെച്ചാൽ ഉസ് പുരാനെ ജമാനേക്ക് ലിഖി ഹുയി കിതാബ്, ആ പഴയകാലത്ത് എഴുതിയ പുസ്തകങ്ങൾ, എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, ന ഹോനെ പർ ബി ഇല്ല എങ്കിലും, പറഞ്ഞാൽ ഒരുപാട് പഴയ കാലത്തുള്ള പുസ്തകങ്ങളൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്. മനുഷ്യൻ ജീവിച്ചിരിക്കാത്ത കാലത്ത്, മനുഷ്യനില്ലാത്ത സമയത്തുള്ള ബുക്കുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എങ്കിൽ പോലും കുച്ച് ऐसे चीज़ें हैं, കുറച്ച് ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ജിൻമേ ഹമേ ഉത്നി ഹി ബാത് മാലൂം ഹോത്തി ഹെ, അതൊന്ന് നമുക്ക് അത്ര തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയും. ജിത്നി കിസി കിതാബ് സെ ഹോത്തി ഹെ, എത്ര നമുക്കൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയാൻ പറ്റുമോ അത്രയും നമുക്ക് ആ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ये പഹാഡ്, ഈ പർവ്വതം, പഹാഡ് എന്ന് പറഞ്ഞാൽ പർവ്വതം, മൗണ്ടൻ, സമുദ്രം, സിതാരെ നക്ഷത്രം, നദിയ നദി തന്നെയാണ്, റിവർ, ജംഗൽ കാട്, ഫോറസ്റ്റ്, ജാൻവറോं की പുരാനി ഹഡ്ഡിയ, മൃഗങ്ങളുടെ പഴയ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന മൃഗങ്ങളുടെ എല്ലുകൾ, ഹഡ്ഡിയ എന്ന് പറഞ്ഞാൽ എല്ലുകൾ, അതിൻ്റെ അർത്ഥം ഫോസിൽസ് എന്ന് ഉദ്ദേശിക്കുക കേട്ടോ. കാരണം അതൊക്കെ മണ്ണിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള പണ്ടത്തെ അവശിഷ്ടങ്ങൾ. ഓർ ഇസി തര, അങ്ങനെ ഇനിയും പല വിധത്തിലുള്ള, ഇസി തര की और भी कितनी ही चीज़ें हैं, ഇതേപോലുള്ള ഇനി എത്രയെത്രയോ സാധനങ്ങളാണ്. ജിൻമേ ഹമേ ദുനിയാ കാ പുരാന ഹാൽ മാലൂം ഹോ സക്താ ഹെ, അതൊന്ന് നമുക്ക് ലോകത്തിൻ്റെ പഴയ അവസ്ഥ, പുരാന ഹാൽ പണ്ടത്തെ അവസ്ഥ അറിയാൻ കഴിയും. മഗർ ഹാൽ ജാൻനെ കാ അസ്ലി തരീക്ക യഹ നഹി ഹെ, എന്നാൽ ആ അവസ്ഥ അറിയാനുള്ള ശരിയായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസ്ലി എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള, തരീക്ക എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ്, ഇതല്ല, യഹ നഹി ഹെ ഇതല്ല, കി ഹം കേവൽ ദൂസറോं की लिखी हुई കിതാബേ പഠ് ലേ, എന്താണ് ഇതെല്ലാം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ? കേവലം മറ്റുള്ളവർ എഴുതിയ ബുക്കുകൾ മാത്രം വായിക്കുക എന്നുള്ളത് അല്ല. ബൽക്കി ഖുദ് സൻസാർ രൂപി പുസ്തകോ പഠേ, നമ്മൾ സ്വയം തന്നെ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ, സൻസാർ രൂപി പുസ്തകോ പഠേ, സംസാരമായിട്ടുള്ള പറഞ്ഞാൽ ലോകമായിട്ടുള്ള, ലോകത്തിൻ്റെ രൂപത്തിലുള്ള പുസ്തകത്തിനെ വായിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സ്വയം തന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു പഠിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. मुझे आशा है कि पत्थरों और पहाड़ों को पढ़कर तुम थोड़े ही दिनों में उनका हाल जानना सीख जाओगी. എനിക്ക് വിശ്വാസമുണ്ട്, മുझे ആശ ഹെ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കറിയാം എന്നൊക്കെയാണ്. പത്രോ ഓർ പഹാഡോ കോ പഠിക്കർ, നീയെ കല്ലുകളെയും പർവ്വതങ്ങളെയും എല്ലാം വായിച്ച് മനസ്സിലാക്കി, തും തോടെ ഹി ദിനോമേ കുറച്ച് ദിവസത്തിനകം തന്നെ നീയെ ഉൻകാ ഹാൽ ജാൻന സീഖ് ജാവുകി, അതിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ, അറിയാൻ നീയെ പഠിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. സോച്ചോ കിത്തനി മജേ കി ബാത്ത്, ശരിക്കും ആലോചിച്ച് നോക്ക്, എന്ത് രസമുള്ള കാര്യമാണ്. एक छोटा सा रोड़ा जिसे तुम सड़क पर या पहाड़ के नीचे पड़ा हुआ देखती हो, ഒരു ചെറിയ റോഡ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ, പീസുകൾ, വളരെ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ കേട്ടോ, അതിനാണ് റോഡ എന്ന് പറയുക. സ്മോൾ പീസസ് ഓഫ് സ്റ്റോൺസ്, അതാണ് റോഡ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കല്ലിൻ്റെ പീസ്, പത്തർക്ക ചോട്ടാ ടുക്കട എന്ന് പറയാം. പത്തർക്ക ചോട്ടാ ടുക്കട, അതിനെയാണ് റോഡ എന്ന് പറയുന്നത്. ജിസെ തും സടക് പർ യാ പഹാഡ് കെ നീച്ചെ പടാ ഹുവ ദേഖ്തി ഹോ, ഒരു കല്ലിൻ്റെ കഷ്ണം, അതിനെ നീ സടക് പർ റോഡിലോ അല്ലെങ്കിൽ പഹാഡ് കെ നീച്ചെ പർവ്വതത്തിൻ്റെ താഴെ എവിടെയെങ്കിലും കിടന്നതായിട്ട് നീ കാണുന്നു. ഷായദ് സൻസാർ കി പുസ്തക കാ ഛോട്ടാ സാ പൃഷ്ഠ ഹോ, അത് ആ കാണുന്ന ആ രംഗം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പുസ്തകത്തിൻ്റെ
ഒരു ചെറിയ പേജ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പൃഷ്ഠ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേജ്, ലോകത്തിൻ്റെ പുസ്തകം, ഈ ലോകത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ പേജ് ആവും അത് എന്ന് പറയുന്നത്. ഷായദ് ഉസ്സെ തുമേ കോയി നയി ബാത് മാലൂം ഹോ ജായ്. അതിന്ന് നിനക്ക് ഒരു പക്ഷേ, ഷായദ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിനക്കതിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഷരത്ത് യഹി ഹെ കി തുമേ ഉസേ പഠന ആത്താ ഹോ. ഇവിടെ ഷരത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാലഞ്ച് ഇവിടെ എന്താണ്, നിനക്ക് അത് തുമേ ഉസേ പഠന ആത്താ ഹോ, നിനക്കത് കണ്ട് വായിക്കാൻ അറിയണം. അതിൻ്റെ അർത്ഥം പുസ്തകം വായിക്കുകയല്ല, ആ ചെറിയ കല്ലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെ അവസ്ഥ പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള കഥ നിനക്ക് ആലോചിച്ചെടുക്കാൻ കഴിയണം. അതാണ് ഇവിടെ പറഞ്ഞാൽ ലോകത്തിനെ പഠിക്കുക. ഉസേ പഠന ആത്താഹോ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് കണ്ട് നിനക്ക് അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. कोई जबान उर्दू, हिंदी या अंग्रेज़ी सीखने के लिए तुम्हें उसके अक्षर सीखने होते हैं. ജബാൻ എന്ന് പറഞ്ഞാൽ ടങ്, നാവിനെയാണ് പറയുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെ നാവ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഏത് ലാംഗ്വേജ് സംസാരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നാവ് ആവശ്യമില്ല, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അതിനാണ് പറയുന്നത് കോയി ജബാൻ, എന്ത് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും ഉറുദു, ഹിന്ദി യാ അംഗ്രേസി, ഉറുദു ആണെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും സീഖ്നെ കെ ലിയെ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് തുമേ ഉസ്കെ അക്ഷർ സീഖ്നെ ഹോത്തെ ഹെ, നിനക്ക് ആദ്യം അതിൻ്റെ അക്ഷരങ്ങൾ പഠിക്കണം അല്ലേ. ആദ്യ അക്ഷരങ്ങൾ എന്നല്ലേ തുടങ്ങേണ്ടത്. ഉസി തര, അതേപോലെ ഇസി തര പെഹലെ തുമേ പ്രകൃതിക്ക് അക്ഷർ പഠനെ ഹോങ്കെ, അതുപോലെ നിനക്ക് ആദ്യം പ്രകൃതിയുടെ അക്ഷരങ്ങളെ പഠിക്കേണ്ടിയിരിക്കുന്നു. തബി തും ഉസ്കി കഹാനി ഉസ്കെ പത്രോ ഓർ ചട്ടാനോ കി കിതാബ് സെ പഠ് സക്കോഗി. അപ്പോൾ ആദ്യം പ്രകൃതിയുടെ അക്ഷരങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ തും ഉസ്കി കഹാനി, അതിൻ്റെ കഥ, ഉസ്കെ പത്രോ ഓർ ചട്ടാനോ കി, അതിൻ്റെ കല്ലുകളിൽ നിന്നും, ചട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക്, വലിയ വലിയ പാറകൾ കേട്ടോ, അതിൻ്റെ കല്ലുകളിൽ നിന്നും പാറകളിൽ നിന്നും ഉള്ള പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂ, നിനക്ക് പഠിക്കാൻ കഴിയൂ. കാരണം പ്രകൃതിയുടെ അക്ഷരങ്ങളെ ആദ്യം പഠിച്ചാലേ നമ്മൾ കല്ലുകളും പാറകളും കാണുന്ന സമയത്ത് ആ കല്ലുകളും പാറകളും ആയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ കഥകൾ മനസ്സിലാക്കാൻ കഴിയൂ, പഠിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഷായദ് അബ് ഭി തും ഉസേ തോടാ തോടാ പഠന ജാൻതി ഹോ. ഒരു പക്ഷേ, എനിക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഇപ്പോഴും അതെല്ലാം നിനക്ക് കുറച്ച് വായിക്കാൻ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജബ് തും കോയി ചോട്ടാ സ ഗോൽ ചംകീല റോഡ ദേഖ്തി ഹോ. എപ്പോൾ നീ ചെറിയ ഗോലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ റൗണ്ട് അല്ലെങ്കിൽ ഉരുണ്ടത്, ചംകീല എന്ന് പറഞ്ഞാൽ ഷൈനിങ് ഉള്ള, മിന്നുന്ന ഒരു ചെറിയ സ്മോൾ പീസ് ഓഫ് സ്റ്റോൺ, റോഡ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ചെറിയ കല്ലിൻ്റെ കഷ്ണം കാണുന്നുവോ, तो क्या वह तुम्हें कुछ नहीं बतलाता, അത് നിനക്ക് ഒന്നും പറഞ്ഞു തരുന്നില്ലേ എന്താ, അതൊന്നും നിനക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്താ, അത് നിനക്കൊന്നും പറഞ്ഞു തരുന്നില്ലേ. ഈ കേസെ ഗോൾ, ഇതെങ്ങനെയാണിങ്ങനെ റൗണ്ട്, എങ്ങനെയാണിങ്ങനെ ഉരുണ്ടതായിരിക്കുന്നത്. ചിക്കന പറഞ്ഞാൽ സോഫ്റ്റ്, എങ്ങനെയാണിങ്ങനെ സോഫ്റ്റ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിരിക്കുന്നത്. ഓർ ചംകീല ഹോ ഗയാ ഹെ, പിന്നെ ഷൈനിങ് ആയിട്ടുള്ളത്, അതെങ്ങനെയാണ് ഉരുണ്ടതും മിന്നിസമായിട്ടുള്ളതും, ചിക്കന പറഞ്ഞാൽ മിന്നിസമായിട്ടുള്ളതും ചംകീല മിന്നുന്നതും ആയിട്ട് എങ്ങനെയാണ് ആയിരിക്കുന്നത്. ഓർ ഉസ്കെ കുറുദരെ കിനാരെ യാ കോനെ ക്യാ ഹുവ, അതിൻ്റെ കുറുദരെ എന്ന് പറഞ്ഞാൽ റഫായിട്ടുള്ള കേട്ടോ, കോന എന്ന് പറഞ്ഞാൽ കോർണർസ്, കിനാരെ എഡ്ജസ്, അരികും മൊക്കും എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് കിനാരെ എഡ്ജസ്, കോന കോർണേഴ്സ്. അപ്പോൾ അതിൻ്റെ റഫായിട്ടുള്ള അരികും മൊക്കും ഒക്കെ എന്തായി. ഇപ്പം നമ്മൾ ഒരു കല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉരുണ്ടതായിട്ട് മിനിസമായിട്ടൊന്നും വരില്ലല്ലോ, അതിന് അരികുണ്ടാവും മൊക്കുണ്ടാവും അല്ലേ. പറഞ്ഞാൽ അത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാലിലോ കയ്യിലോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ട് ഒക്കെ ചെയ്യില്ലേ, ഇങ്ങനെ എഡ്ജൊക്കെ കുറച്ച് ഷാർപ്പായിട്ടും അല്ലെങ്കിൽ കൂർത്തിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. अगर तुम किसी बड़ी चट्टान को तोड़कर टुकड़े टुकड़े कर डाले तो हर एक टुकड़ा खुरदरा और नोकीला होगा. അപ്പം എന്താ പറയണത്, നീ വലിയ പാറകളെ തോടുകർ പറഞ്ഞാൽ പൊട്ടിച്ചിട്ട് ടുക്കടേ ടുക്കറേ കർ ഡാലോ തോ, അതിനെ കഷ്ണം ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടുക്കടേ എന്ന് പറഞ്ഞാൽ പീസസ്, കഷ്ണം ആക്കിയിട്ടുണ്ടെങ്കിൽ ഹർ എക് ടുക്കട, ഓരോ കഷ്ണവും ഖുർദര ഓർ നോക്കീല ഹോഗ, റഫായിട്ടും പിന്നെ ഷാർപ്പായിട്ടും ഉണ്ടാവും. നോക്കീല എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ട് പറഞ്ഞാൽ അങ്ങനെ കുത്തണ പോലെ ആയിട്ടും ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞ, ഒരു കല്ല് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്ന് ഉരുളനായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കല്ല് ഒരിക്കലും കിട്ടില്ല, അതിൻ്റെ എഡ്ജുകളും കോർണറും ഒക്കെ ഉണ്ടാവും അല്ലേ.
യഹ് ഗോൽ ചിക്കനെ റോഡേ കി തറ ബിൽക്കുൽ നഹി ഹോത്ത. അപ്പോൾ ആ പീസുകൾ ഒരിക്കലും ഉരുണ്ട് സ്മൂത്ത് ആയിട്ടുള്ള മിനുസായിട്ടുള്ള കല്ലുകളെ പോലെ ആയിരിക്കില്ല. ഫിർ യഹ് റോഡ കേസെ ഇतना ചംകീല ചിക്കന और ഗോൽ ഹോ ഗയ. പിന്നെ ഈ കല്ല് എങ്ങനെ ഇങ്ങനെ മിനുസമുള്ളതും പിന്നെ ഷൈനിങ് ഉള്ളതും ഉരുണ്ടതുമായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കഥയുണ്ട്. അത് പ്രകൃതിയുടെ കഥയാണ്. അത് നമുക്കറിയണം, അത് വായിക്കാൻ അറിയണം, അതാണ് പറയണത്. അതിൻ്റെ അർത്ഥം ബുക്ക് വായിക്കുകയല്ല, പ്രകൃതിയിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടാവണം എന്നാണ് പറയുന്നത്. अगर तुम्हारी आंखें देखे और कान सुने तो तुम उसी के मुँह से उसकी कहानी सुन सकती हो. എങ്ങാനും നിൻ്റെ ആംഖെ ദേക്കെ കണ്ണുകൾ കാണുന്നുണ്ട്, ഓർ കാൻ സുനെ കാതുകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തും ഉസി കെ മൂസെ നീ ആ സാധനം, അത് എന്താ വെച്ചാൽ കല്ലോ എന്താ വെച്ചാൽ അതിൻ്റെ വായിൽ തന്നെ ഉസ്കി കഹാനി സുൻ സക്തി ഹോ, അതിൻ്റെ കഥ നിനക്ക് കേൾക്കാൻ കഴിയും എന്നാ പറയുന്നത്. വഹ് തുംസെ കഹേഗ കി ഏക് സമയ ജിസെ ഷായദ് ബഹുത് ദിൻ ഗുസ്രേ ഹോ. വഹ് തുംസെ കഹേഗ, അത് നിൻ്റെ അടുത്ത് പറയും. എന്താണെന്ന് വെച്ചാൽ ഏക് സമയം ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു. ജിസെ ഷായദ് ബഹുത് ദിൻ ഗുസ്രേ ഹോ. ആ കാലം എന്ന് പറയുന്നത് എന്താണ്, കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ദിവസങ്ങളോ അല്ലെങ്കിൽ കാലങ്ങളോ കഴിഞ്ഞുപോയി. ഗുസർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോകുക, കഴിഞ്ഞ സമയം. വഹ് ബി എക് ചട്ടാൻ കാ ടുക്കട ഥാ. അതും ഒരു പാറയുടെ പീസായിരുന്നു, ഒരു പാറയുടെ കഷ്ണമായിരുന്നു ആ കല്ല്. ടീക്ക് ഉസി ടുക്കടേ കി തറ. ആ കഷ്ണം പോലെ തന്നെ. ഏത് കഷ്ണം പോലെ? ഉസ്മെ കിനാരെ ഓർ കോനേത്തെ. അതിന് അരികും മൊക്കും എല്ലാം ഉണ്ടായിരുന്നു. കിനാരെ സൈഡുകൾ, എഡ്ജുകളും പിന്നെന്താണ് കോർണർസും എല്ലാം ഉണ്ടായിരുന്നു അതിന്. ജിസെ തും ബടി ചട്ടാൻ സെ തോടുത്തി ഹോ. അതെന്താണത്? വലിയ പാറയിൽ നിന്ന് നിനക്ക് പൊട്ടിച്ചാൽ കിട്ടണ പോലത്തുള്ള തന്നെ ആയിരുന്നു. ഷായദ് വഹ് കിസി പഹാഡ് കെ ദാമൻ മേ പടാ രഹ. ദാമൻ എന്ന് വെച്ചാൽ ബോട്ടം, പഹാഡ് കി ദാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ, ഏറ്റവും അടിഭാഗത്ത്. അപ്പോൾ ആ കല്ല് ഒരുപക്ഷെ പർവ്വതത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഉള്ളതായിരിക്കാം, അവിടെ കിടന്നതായിരിക്കാം. തബ് പാനി ആയ, അപ്പോൾ വെള്ളം വന്നു. ഓർ ഉസെ ബഹാക്കർ ചോട്ടി ഘാട്ടി തക് ലേ ആയ. ഘാട്ടി എന്ന് വെച്ചാൽ എന്താണ്? വാലി, VALLEY, വാലി എന്ന് കേട്ടിട്ടില്ലേ? മലയാളത്തിൽ താഴ്വര എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്. പറഞ്ഞാൽ എന്താണ്? നദി ഉണ്ടാവും, അതിൻ്റെ രണ്ട് സൈഡും പർവ്വതങ്ങൾ ഉണ്ടാവും, ആ രണ്ട് പർവ്വതങ്ങളുടെ നടുവിൽ നദി, അതാണ് വാലി കേട്ടോ. അപ്പോൾ അതിനെ, ആ കല്ലിനെ ബഹാക്കർ എന്ന് പറഞ്ഞാൽ ഒഴുക്കുക, ബഹന എന്ന് പറഞ്ഞാൽ ഒഴുകുക, ബഹാന എന്ന് പറഞ്ഞാൽ ഒഴുക്കുക. അപ്പോൾ ആ കല്ലിനെ ബഹാക്കർ ഒഴുക്കിക്കൊണ്ട് ആ ചെറിയ വാലി വരെ കൊണ്ടുവന്നു. വഹാ സെ എക് പഹാടി നാലേനെ ഡക്കേൽ കർ ഉസെ എക് ചോട്ടെ സെ ദരിയാ മേ പहुंचा दिया. നാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിന്, വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ, ഇങ്ങനെ വെള്ളമുള്ളത്, ചോർച്ച എന്നും ഒക്കെ പറയും അതിന്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണേ? പഹാടി നാലെ, ഒരു മൗണ്ടൈൻ്റെ അടുത്തുള്ള ഇങ്ങനെ വെള്ളത്തിൻ്റെ ചെറുതായിട്ട് വെള്ളമുള്ള സ്ഥലം, അതിനെ തള്ളിക്കൊണ്ട്, ഡക്കേൽക്കർ എന്ന് പറഞ്ഞാൽ തള്ളുക, ഡക്കേലിനെ തള്ളിക്കൊണ്ട് ഉസേ ചോട്ടെ സെ ദരിയാ മേ പहुंचा दिया. ദരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദി കേട്ടോ. അതിനെ ഒരു ചെറിയ നദിയിൽ എത്തിച്ചേർന്നു, ചെറിയ നദിയിൽ അതിനെ എത്തിച്ചു. അപ്പോൾ എന്താണ്? വെള്ളം വന്നു, അപ്പോൾ പിന്നെ അവിടുന്ന് വാലിയിൽ വന്നു, പിന്നെ വാലിയിൽ നിന്നൊരു നാലയിലേക്ക് വന്നു, ആ നാല അതിനെ തള്ളിക്കൊണ്ടുവന്ന് ഒരു ചെറിയ നദിയിൽ കൊണ്ടുവന്നു. ആ ചെറിയ നദിയിൽ നിന്ന് ഇസ് ചോട്ടെ സെ ദരിയാ സെ വഹ് ബഡേ ദരിയാ മേ പहुंच गया. ആ ചെറിയ നദിയിൽ നിന്ന് അത് ഒഴുകി എന്താണ്? ഒരു വലിയ നദിയിൽ എത്തിച്ചേർന്നു. ഇസ് ബീച്ച് വഹ് ദരിയാ കെ പേന്തെ മേ ലുട്ടക്താ രഹാ. പേന്തെ എന്ന് വെച്ചാൽ ബോട്ടം, ഏറ്റവും താഴെയുള്ള സ്ഥലം. ഏതൊരു സാധനത്തിൻ്റെയും ഏറ്റവും താഴെയുള്ള സ്ഥലം, സബ്സെ നിച്ല സ്ഥർ എന്ന് പറയാം, നീച്ചെ കാ സ്ഥാൻ എന്ന് പറയാം, അതിനാണ് പേന്ത എന്ന് പറയുക. അപ്പോൾ ബോട്ടം എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പിന്നെ അവിടുന്ന് ആ കല്ലിന് എന്തായി? വഹ് ദരിയാക്കെ പേന്തേമേ ലുട്ടക്താ രഹ. ആ നദിയുടെ, വലിയ നദിയുടെ അടിയിൽ, പേന്ത എന്ന് പറഞ്ഞാൽ ബോട്ടമിൽ, ലുട്ടക്താ രഹ. ലുട്ടക്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുളുക, അങ്ങോട്ട് ഇങ്ങോട്ട് ഉരുളുക. ടു റോൾ എന്ന് പറയാം, ROLL റോൾ. അവിടെ ഉരുണ്ടുകൊണ്ടിരുന്നു ഇങ്ങനെ ആ വലിയ നദിയിൽ അടിയിൽ. ഉസ്കെ കിനാരെ ഗിസ്ഗെ. അതിൻ്റെ എഡ്ജസും അതിൻ്റെ സൈഡൊക്കെ എന്തായി? തേഞ്ഞു പോയി. ഗിസ്ന എന്ന് പറഞ്ഞാൽ തേഞ്ഞു. പിന്നെന്തായി? ഓർ വഹ ചിക്കന ഓർ ചമക്ദാർ ഹോ ഗയ. അത് നല്ല മിനുസം ഉള്ളതും നല്ല ഷൈനിങ് ഉള്ളതും ആയി മാറി. ഇസ് തറ വഹ കങ്കഡ് ബന ജോ തുമാരെ സാമനെ ഹെ. ഇങ്ങനെയാണ് ആ കങ്കഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പെബിൾസ്, കങ്കഡ് എന്ന് പറഞ്ഞാൽ പെബിൾ, കല്ലിൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ്, അത് ഇങ്ങനെയായി മാറിയത്. ജോ തുമാരെ സാമനെ ഹെ. ഇപ്പം നിൻ്റെ മുമ്പിൽ കാണുന്ന പോലുള്ള രൂപം അതിൻ്റെ അങ്ങനെയാണ് ആയത്. പറഞ്ഞാൽ അത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്ന് പിന്നെ ആ വലിയ നദിയിൽ അടിയിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുരുണ്ട് എന്തായി? അത് തേഞ്ഞ് അതിങ്ങനെ ഉരുളൻ കല്ലായി, ഭംഗിയുള്ളൊരു കല്ലായി മാറി. അതാണ് അതിൻ്റെ കഥ.
किसी वजह से दरिया उसे छोड़ गया. കിസി വജഹ സെ പറഞ്ഞാൽ എന്തോ കാരണത്താൽ ദരിയ നദി ഉസെ ചോട് ഗയ അതിനെ വിട്ടുകളഞ്ഞു. ഓർ തും ഉസെ പാ ഗയി നീ അതിനെ കണ്ടുമുട്ടി, നിന്റെ മുന്നിൽ വന്ന് പെട്ടു അത്. അഗർ ദരിയ ഉസെ ഓർ ആകെ ലേ ജാത്താ തോ നദി എങ്ങാനും അതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ വഹ് ചോട്ടാ ഹോത്തെ ഹോത്തെ അന്ത് മേ ബാലു കാ എക് ജറ ഹോ ജാത്ത അത് ചെറുതായി ഇനിയും ചെറുതായി ബാലു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സാൻഡ് കേട്ടോ. അപ്പം മണൽ ആ മണലിൻ്റെ ഒരു ചെറിയ കണമായി മാറുമായിരുന്നു. ജറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണം, വെരി സ്മോൾ ടൈനി വളരെ ചെറിയ അറിയാലോ തരി മണൽ ആലോചിച്ചാൽ മതി, അതിൻ്റെ തരി എത്രയാണ് ചെറുതായിരിക്കും അങ്ങനെ. അപ്പോൾ ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെറുതായി തേഞ്ഞ് അന്തമേ ബാലു കാ എക് ജറ ഹോ ജാത്ത മണലിൻ്റെ ഒരു തരിയായി മാറുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓർ സമുദ്രക്ക് കിനാരെ അപ്പനെ ഭായിയോൻ സെ ജാ മിൽത്ത പിന്നെ സമുദ്രത്തിൻ്റെ തീരത്ത് അവരുടെ സഹോദരങ്ങളുടെ അടുത്ത് പോയി കണ്ടുമുട്ടും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം സമുദ്രത്തിൻ്റെ തീരത്ത് മുഴുവനും മണലായിരിക്കില്ലേ, സാൻഡ് ആയിരിക്കില്ലേ, അപ്പോൾ അവിടെ ചെന്ന് എത്തും. അപ്പോൾ അതുപോലെ അതാണ് ഉദ്ദേശിക്കുന്നത്. ജഹാ എക് സുന്ദർ ബാലു കാ കിനാര ബൻ ജാത്ത എവിടെയാണോ ഒരു സുന്ദരമായിട്ടുള്ള ബാലു കാ കിനാര പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡിൻ്റെ മണലിൻ്റെ ഒരു തീരം ഉണ്ടാവും. ജിസ് പർ ചോട്ടി ചോട്ടി ബच्चे खेलते हैं അതിൽ ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. ഓർ ബാലു കെ ഘരോന്ദേ ബനാത്തെ ഗറോന്തെ എന്ന് പറഞ്ഞാൽ വീട്, ഹൗസ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണ്? ബാലൂക്കെ ഗറോന്തെ ബനാത്തെ പറഞ്ഞാൽ നമ്മൾ മണൽ കൊണ്ട് കുട്ടികൾ വീടൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ ഇങ്ങനെ സമുദ്രത്തിൻ്റെ തീരത്ത് മണൽ ബീച്ചിലൊക്കെ മണൽ കൊണ്ട് ഉണ്ടാക്കി കളിക്കില്ലേ ഒരു രൂപം അല്ലെങ്കിൽ വീട്, മെയിനായിട്ട് വീടല്ലേ ഉണ്ടാക്കുക, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ മണലിൽ ചെറിയ കുട്ടികൾ കളിക്കും, അത് വീടൊക്കെ ഉണ്ടാക്കി അവിടെ കളിക്കുന്നുണ്ടാവാം, നീ അവിടെ എത്തിയിട്ടുണ്ടാവാം ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് ആ കല്ല്. അഗർ എക് ചോട്ടാ സാ റോഡ തുമേ ഇത്തിനി ബാത്തേം ബത്താ സക്താ ഹെ ഈ ഒരു ചെറിയ കല്ല് നിനക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ तो पहाड़ों और दूसरी चीज़ों से पर्वതങ്ങളും ഇനി ബാക്കിയുള്ള സാധനങ്ങളെ കൊണ്ട് जो हमारे चारों तरफ है നമ്മുടെ നാല് വശത്തും കാണുന്ന ബാക്കിയുള്ള സാധനങ്ങളെ കൊണ്ട് हमें और कितनी बातें मालूम हो सकती है നമുക്ക് ഇനിയും എത്രത്തോളം കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.